അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ 2023-24 വർഷത്തിലെ കൊല്ലപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഉത്തരം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം സുൽ ബിമാ യുനാസിബു, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. 1. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ് ദുആ, ദുആയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടപ്പെട്ട ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. വയദഉ മാ സിവ ദാലിക എന്നാണ്. 2. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവൻ്റെയും അതുപോലെ തന്നെ ദിക്ർ ചൊല്ലാത്തവൻ്റെയും ഉദാഹരണം ഏതാണ്? ബ്രാക്കറ്റിലുണ്ടാകും. മിസലൽ ഹയ്യി വൽമയ്യത്തി, ജീവിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. 3. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ബ്രാക്കറ്റിലുണ്ടാകും വരിസത ലഹു നഖലത്തുൻ ഫിൽ ജന്ന, അവനക്ക് സ്വർഗത്തിലൊരു ഈന്തപ്പന നട്ടു. 4. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ തൗബ ചെയ്താൽ എന്താകും? ബ്രാക്കറ്റിൽ കാണാം താബല്ലാഹു അലൈഹി, അല്ലാഹു അവൻ്റെ തൗബ സ്വീകരിക്കും. 5. അത്തഫാഉലു, ശുഭാപ്തി വിശ്വാസം, അതെന്താണ്? മിൻ അഖ്ലാഖിൽ ഹമീദ, സ്തുതിക്കപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ്. 6. അൽ യഅ്സു വത്തശാഉമു ഹുമ ജാലിബാനി, നിരാശയും അതുപോലെ അന്ധവിശ്വാസവും ഇത് രണ്ടും നയിക്കുന്നത് എന്തിലേക്കാണ്? ഉത്തരം ലിൽ ഹമ്മി വൽ കസിലി, മനപ്രയാസത്തിലേക്കും മടിയിലേക്കും അത് നയിക്കും. ഇനി അടുത്ത പ്രവർത്തനം ഉക്തുബുൽ ലിദ്ദ, വിപരീതം എഴുതാനാണ്. 1. ഹസ്നുൽ ഖാത്തിം, നല്ല അന്ത്യം, അതിൻ്റെ വിപരീതം സൂഉൽ ഖാത്തിമ, മോശമായ അന്ത്യം. 2. ഖുസ്റുൻ, പരാജയം, അതിൻ്റെ വിപരീതം ഫൗസുൻ, വിജയം. 3. അൽ മആസി, അനുസരണക്കേട്, അതിൻ്റെ വിപരീതം അത്വാഅത്ത്, ദൈവാനുസരണം. 4. സൂഉൻ, ചീത്ത, അതിൻ്റെ വിപരീതം ഹസനുൻ, നന്മ. 5. ശുക്റുൻ, നന്ദി, അതിൻ്റെ വിപരീതം കുഫ്റുൻ, നന്ദികേട്. ഇനി അടുത്ത പ്രവർത്തനം നുതമ്മിമു, നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. 1. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡാഷ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. 2. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യമൂതുന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. 3. വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഡാഷ് വ ഖഹ്രിർ റിജാൽ. 4. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ ഡാഷ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ ഗഫാഫ വൽ ഗിന. 5. വ ദിക്റുൽ മൗതി യുസഹിദുനാ ഫിദ് ദുനിയ വ ഡാഷ്, വ ദിക്റുൽ മൗതി യുസഹിദുനാ ഫിദ് ദുനിയ വ യുറാഗിബുനാ ഫിൽ ആഖിറ. ഇനി അടുത്ത പ്രവർത്തനം ബയ്യൻ, വിശദീകരിക്കാനാണ്. ഹാലൽ മുനാഫിഖി ഫിൽ ഖബരി, ഖബറിൽ മുനാഫിക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഉത്തരം തൽതഇമു അലൈഹിൽ ഖബറു ഫതഖ്തലിഫു അദ്ലാഉഹു ഫലാ യസാലു ഫീഹാ മുഅദ്ദിബൻ, അവൻ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടിയുണ്ടാവില്ല, അപപ്പെട്ട നിലയിൽ ശിക്ഷിക്കപ്പെടും. ചോദ്യം 2. ഹാലൽ മുഅ്മിനി ഫിൽ ഖബർ,
ഖബറിൽ മുഅ്മിനിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഉത്തരം യഖൂലു ലഹു അൽ മലക്കാനി നം കനൗമത്തിൽ അറൂസി വയുഫ്തഹു വയുനവ്വറു ലഹു അൽ ഖബർ. ചോദ്യങ്ങൾക്കവൻ ഉത്തരം പറയും. അപ്പോൾ ഖബർ വിശാലമാവുകയും പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യും. പുതുമാരൻ ഉറങ്ങുന്ന പ്രകാരം സന്തോഷത്തോടെ അവൻ ഉറങ്ങും. ഇനി അടുത്ത പ്രവർത്തനം അജിബ്, ഉത്തരം എഴുതാനാണ്. 1. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി ലിമൻ. നിന്റെ നാവ് ദിക്റിനാൽ നനവുള്ളതാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ലി റജുലിൻ ഖാല അഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി. എനിക്ക് സ്ഥിരബന്ധമുണ്ടാവുന്ന ഒരു കാര്യം അറിയിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. 2. മാദാ യഖൂലുൽ മുൽഹിദു. മുൽഹിദ് എന്താ പറയുന്നത്? യുക്തിവാദിയെ എന്താ പറയുന്നത്? ലാ ഖാലിഖ വകുല്ലു ഷൈഇൻ യതകവ്വനു തബഈയൻ. സൃഷ്ടാവില്ല, എല്ലാം പ്രകൃതിപരമായി ഉണ്ടാകുന്നതാണെന്നാണ് അവൻ്റെ വാദം. 3. മനിൽ അഹഖു ബിറഹ്മത്തിന. നാം കരുണ കാണിക്കാൻ ഏറ്റവും അർഹരായവർ ആരെല്ലാം? ഉത്തരം അൽ ആബാഉ വൽ ഉമ്മഹാത്തു വൽ അസ്വാജു വൽ അഖരിബാഉ. ചോദ്യം 4. അക്സറുമാ യുദ്ഖലുൻ നാസൽ ജന്നത മാഹുവ. അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്താണ്? ഉള്ള കാരണം എന്താ? തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. അള്ളാഹുവിലുള്ള സൂക്ഷ്മതയും സൽസ്വഭാവമാണ് കാരണം. 5. സിദ്ഖുൽ ഖൗലി മാഹുവ. വാക്കിലുള്ള സത്യസന്ധത എന്നാൽ എന്താണ്? ഉത്തരം ഹുവ അൻ യഹ്ഫളൽ അബ്ദു ലിസാനഹു മിനൽ കദിബി. ഒരടിമ തൻ്റെ നാവിനെ കളവിനെ തൊട്ട് സൂക്ഷിക്കുക എന്നതാണ് സിദ്ഖുൽ ഖൗൽ, വാക്കുകൊണ്ടുള്ള സത്യസന്ധത എന്നാൽ. ഇനി അടുത്ത പ്രവർത്തനം കമ്മിൽ പൂരിപ്പിക്കാം. എഴുതിലു ബൈന ഡാഷ് ഫിന്നുഹലി. എഴുതിലു ബൈന ഔലാദിക്കും ഫിന്നുഹലി. ഇതിൻ്റെ അർത്ഥമൊക്കെ പരീക്ഷകളിൽ വരാറുണ്ട്. 2. ഖാലൽ ഹസൻ റളിയല്ലാഹു അൻഹു അൻ നിഫാഖുൽ അസ്ഗറു ഡാഷ് ഇലൻ നിഫാഖിൽ അക്ബരി. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ നിഫാഖുൽ അസ്ഗറു ചെറിയ കാപട്യം, വസീലത്തുൻ ഇലൻ നിഫാഖിൽ അക്ബരി വലിയ കാപട്യത്തിലേക്കുള്ള മാർഗമാണ്. 3. ഇദാ തവല്ല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു ഡാഷ് അലാ വുളൂഇഹി. ഇദാ തവല്ല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യഖ്തതിലൂന അലാ വുളൂഇഹി. 4. അൽ കറാമത്തു അംറുൻ ഡാഷ് ലിൽ ആദത്തി യൽഹറു അലാ യദിൽ വലിയി. അൽ കറാമത്തു, കറാമത്ത് എന്നാൽ അംറുൻ ഖാരിഖുൻ, അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി യൽഹറു അലാ യദിൽ വലിയി. വലിയിൻ്റെ കരങ്ങളാൽ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം ഉക്തുബ് സ്നേനി 2 വീതം ഉദാഹരണം എഴുതാനാണ്. 1. ഷുറൂത്ത് തൗബ, തൗബയുടെ ഷർത്തുകൾ. ഈ 2 ഉദാഹരണം എഴുതുക. 1. അൻ യുഖ്ലിഅ അനിൽ മഅസിയ്യത്തി, തെറ്റിനെ ഉപേക്ഷിക്കലാണ്. 2. അൻ യന്തമ അല ഫിഅലിഹ, അത് ചെയ്തു പോയതിനെ ഖേദിക്കലാണ്. 3. അൻ യഅസിമ അല്ലാ യഊദ ഇലൈഹ, അതിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യലാണ്. ഈ 3 തൗബയുടെ ഷർത്തുകൾ. ഇനി അടുത്തത് ഉമൂറുൻ മിൻ അസ്ബാബി സൂഇൽ ഖാത്തിമത്തി, മോശമായ അന്ത്യത്തിനുള്ള കാരണങ്ങൾ. 1. ഫസാദുൽ ഇഅ്തിഖാദ്, പിഴച്ച വിശ്വാസം. 2. വൽ ഉദൂലു അനിൽ ഇസ്തിഖാമ, ചൊവ്വായ മാർഗത്തെ തൊട്ടെന്ത് ചെയ്യുക? വ്യതിചലിക്കുക, തെറ്റിപ്പോവുക എന്നൊക്കെ പറയാം. അടുത്തത് അൽ ഇസ്റാറു അൽ മആസി, തെറ്റിൻ്റെ മേൽ നിലകൊള്ളുക. ഇതൊക്കെയാണ് അന്ത്യം മോശമാകുന്ന കാരണങ്ങൾ. ഇനി അടുത്തത് തർജിം ചെയ്യാനാണ്. അബൂഉ ലക ബി നിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റുപറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ
8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസിൽ വന്ന ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.